അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ അവസരത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. I thank God for the time to minister to you, and I humbly come before you. നിങ്ങളുടെ സഭയോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. And also I thank you as a church. ഇന്ന് നാളെ ഞാൻ ഒരേ വിഷയത്തെ തൊടുവാൻ ആഗ്രഹിക്കുകയാണ്. And today and tomorrow I will touch on the same topic. കാരണം ഇന്ന് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. Because I don't think I can complete this tonight. നിങ്ങൾ എത്ര പേർ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? How many of you want to be blessed? സത്യമായിട്ടും ഇന്നും നാളെ അവർ മാത്രമേ വരാവൂ. Only those who really want to be blessed, please join in today and tomorrow. Only that people. അവർ മാത്രം വരിക. We are blessed people. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനമായിരിക്കുന്നു. Amen. Amen. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. Let me read a verse. Psalms 35 verse 27. സങ്കീർത്തനം 35:27. Psalms 35 verse 27. സങ്കീർത്തനം 35:27. Let them shout for joy and be glad that favor my righteous case. Yeah, let them say continually, the Lord magnified, which has pleasure in the prosperity of his servant. Which has pleasure in the prosperity of his servant. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ, തന്റെ ദാസന്മാരുടെ, തന്റെ മക്കളുടെ പ്രോസ്പിരിറ്റിയിൽ സന്തോഷിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നെപ്പോഴും പറയട്ടെ. Let the Lord be magnified, who has pleasure in the prosperity of his servants. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Are you being attentive right now? വേദപുസ്തകം പഠിക്കുമ്പോൾ When you read the word of God, എഫെസ്യർക്കെഴുതിയ ലേഖനം 5:17 the book of Ephesians 5:17, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, Apostle Paul says, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവീൻ. do not be unwise, but understand what the will of the Lord is. ബുദ്ധിഹീനരാകാതെ, Do not be unwise, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. but understand what the will of the Lord is. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം എന്നാന്ന് അറിയത്തില്ല. Many times we don't understand what is the true will of the Lord. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും അവർ നമ്മളെ അടിച്ചേൽപ്പിക്കുകയും Others' will they put on us. പലപ്പോഴും നമ്മൾ മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നവരായി തീരുകയും Many ചെയ്യുകയാണ്. times we live our lives for pleasing others. ഒരു ആവറേജ് മലയാളിയുടെ ജീവിതം, An average Malayali's life, അവൻ 5 വയസ്സാകുമ്പോൾ മുതൽ from the time he's 5 years old, അവൻ ചിന്തിക്കുന്നു, he thinks, അവരെന്ത് വിചാരിക്കും, what will they think? ഇവരെന്ത് വിചാരിക്കും. What will them think? അവൻ 20 വയസ്സാകുമ്പോൾ അവൻ ചിന്തിക്കുന്നു, When he's 20 years old, he's thinking the same. അവരെന്ത് വിചാരിക്കും, What would they think? ഇവരെന്ത് വിചാരിക്കും. What would they think? അവനൊരു 40 വയസ്സാകുമ്പോഴും ചിന്തിക്കുന്നു, When he's 40, അയ്യോ അവരെന്ത് oh വിചാരിക്കും, no, what would they think? ഇവരെന്ത് What വിചാരിക്കും. would these people think? അവനൊരു 70 വയസ്സിൽ ചിന്തിക്കുന്നു, When at the age of 70, നമ്മൾ അങ്ങനൊന്നും നല്ല ഡ്രസ് ഒന്നും ഇട്ടുകൂടാ, അവരെന്ത് oh, വിചാരിക്കും, we should not wear such good expensive clothes. What would ഇവരെന്ത് they think? വിചാരിക്കും. What would these people think? ഒരു 80 വയസ്സാകുമ്പോൾ ഇവൻ തീരും. And 80 years old, he's done. അവന്റെ ആവറേജ് ജീവിതത്തിൽ അവൻ കൊണ്ടു നടന്നത് അവരെന്ത് വിചാരിക്കും, ഇവൻ ഇതുവരെ ഇവന് വേണ്ടി ജീവിച്ചില്ല. All his life he has lived thinking of others. He never lived for himself. You are with me. എന്നെ കൂടെ കണ്ടോ? ബുദ്ധിഹീനരാകാതെ, Do not be unwise, കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. but understand what the will of the Lord is. വല്ലവന്റെ ഇഷ്ടം എന്റെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. Christian life is not carrying someone else's wishes and desires. മതത്തിന്റെ ഇഷ്ടം, മതങ്ങളുടെ ഇഷ്ടം, What religion wants, സംഘടനയുടെ ഇഷ്ടം, what the organizations want, എന്നെ അടിച്ചേൽപ്പിക്കുന്നതല്ല ആത്മീയ ജീവിതം. that's not what spiritual life is to be put on me. കർത്താവിന്റെ ഇഷ്ടം, But the will of the Lord, ഞാൻ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതാ that ദൈവിക I ജീവിതം. know that and I live by that. Amen. കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയണം. Understand the will of the Lord. ഒരു ഉദാഹരണം പറയാൻ പോവാ. I'll give an example. ബൈബിളിൽ In the Bible, പരീശനായ ശിമയോൻ യേശുവിനെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു. we see Pharisee Simeon, he called Jesus to his home. അവൻ പരീശനാണ്.
He's a Pharisee. ഒരു പരീശൻ യേശുവിനെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. And for a Pharisee to call Jesus to his home is a big deal. കാരണം പരീശന്മാർ യേശുവിന് എതിരായിരുന്നു. Because they were against Jesus. ഒരാളെ വീട്ടിൽ ഫുഡിന് വിളിക്കണമെങ്കിൽ To call someone to your home for ആ food, വ്യക്തിയോട് ഒരു സ്നേഹം ഉണ്ടാകണം. you need to have some love for that person. I'm telling truth. സത്യമേ പറഞ്ഞത്. യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ചു. They called Jesus. He called Jesus to his home. അവന് കിട്ടാവുന്ന മുഴുവൻ സാധനങ്ങളും അവൻ സെറ്റപ്പ് ചെയ്തു. And he set up all that he could possibly do. അവന് കിട്ടാവുന്ന എല്ലാ ഫിഷും, അവന് കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും, അവന് കിട്ടാവുന്ന എല്ലാ ഡേറ്റ്സും, അവന് കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും അവൻ ടേബിളിൽ പ്രിപ്പയർ ചെയ്തു. He prepared everything possible. Good fish, good fruits, good dates. All that he can do, he prepared. യേശു ആ വീട്ടിൽ ഭക്ഷണത്തിന് വന്നു. And Jesus came to his house. ഭക്ഷണത്തിനിരിക്കുമ്പോൾ As he sat to ഒരു eat, പാപിനിയായ സ്ത്രീ ആ വീട്ടിൽ കയറി we വന്നു. see a sinful woman coming. അവൾ വന്ന് യേശുവിന്റെ കാൽക്കലിരുന്ന് കരഞ്ഞു. And she knelt down at his feet and began to weep. കണ്ണുനീര് കൊണ്ട് കാല് കഴുകി. And she began to wipe his legs with the weep. തലമുടി കൊണ്ട് തുടച്ചു. And she wiped with her hair. ഉടനെ ശിമോൻ Suddenly Simon, അവന്റെ മനസ്സിൽ ചിന്തിക്കുന്നു, he thinks in his mind, ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ if he was a true prophet, ഇവളെങ്ങനെയുള്ളവളെന്ന് അറിഞ്ഞേനെ. he would have understood who she actually is. ഇവനൊരു യഥാർത്ഥ പ്രവാചകനായിരുന്നെങ്കിൽ If he was a real prophet, ഇവൾ ആരാന്ന് മനസ്സിലാക്കിയേനെ. he would have understood who she truly is. ഇവൻ ആരെന്ന് അറിഞ്ഞേനെ. He would have known. യേശു ആ നിമിഷം Jesus in that moment, അവന്റെ ചിന്തയെ മനസ്സിലാക്കി പറയുന്നു, knowing his thoughts, he says, ശിമയോനെ, Simon, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. I want to tell you something. ഞാൻ നിന്റെ വീട്ടിൽ വന്നു. I came to your home. നീ എന്റെ കാല് കഴുകുമെന്ന് കരുതി. I thought you would wipe my feet. You നീ wash അത് my feet. ചെയ്തില്ല. You didn't do it. നീ എന്റെ കാല് തുടയ്ക്കുമെന്ന് കരുതി. I thought you would wipe my feet. നീ അത് ചെയ്തില്ല. You didn't do it. ഞാൻ ചോദിക്കാത്തത് പലതും നീ ടേബിളിൽ കൊണ്ടുവച്ചു. You put many things which I did not require from you. ഞാൻ ചിന്തിക്കാത്തതും ചോദിക്കാത്തതും പലതും നീ പ്രിപ്പയർ ചെയ്തു. You prepared many things which I did not want. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് പലതും നീ ചെയ്തില്ല. But many things that I wanted, you didn't give me. ബുദ്ധിഹീനരാകാതെ Do not be കർത്താവിന്റെ ഇഷ്ടം unwise. എന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. Understand the will of the Lord. Hallelujah. Thank you, Holy Spirit. പരിശുദ്ധാത്മാവേ, നന്ദി. Thank you, Holy Spirit. ബൈബിൾ പറയുന്നു, The Bible says, സങ്കീർത്തനം 35:27, Psalms 35:27, തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ ദൈവം സന്തോഷിക്കുന്നു. the Lord is delight in the prosperity of his servant. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Are you being attentive? നിങ്ങളുടെ ജീവിതത്തിലെ പാസ്റ്റർ വേണുദാസിന്റെ ലൈഫിലെ, പാസ്റ്റർ ടിനു ജോർജിന്റെ ലൈഫിലെ, പാസ്റ്റർ ബ്രദർ ഷോണിന്റെ ലൈഫിലെ പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രോസ്പെരിറ്റിയിൽ ദൈവം സന്തോഷിക്കുന്നു. The Lord delights in the prosperity of Pastor Venudas, of Pastor Tinu George, of Pastor Sean. The Lord delights in their പക്ഷെ prosperity. നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതും നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതും വേറെ സാധനമാണ്. But what you have been taught and what you think is something different. കർത്താവ് അത് പൊളിക്കാൻ Let പോവുകയാണ്. the Lord change that. Amen. Yes. Are you with me? എന്റെ കൂടെയുണ്ടോ? Yes. Hallelujah. Amen. Hallelujah. Amen. ശബ്ദം ഉയർത്തി Hallelujah. Hallelujah. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 Peter, when you come to first chapter, അതിന്റെ 3-ാം വാക്യം പറയുന്നു, verse 3 says, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. He granted, his divine power has granted to us everything. Amen. Are you with me? എന്റെ കൂടെയുണ്ടോ? According to his divine power has given unto us all things. Can you please say that word? All things. All things. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടുണ്ടോ? The Bible says എല്ലാം നിങ്ങൾക്കുള്ളതല്ലോ. All things are yours. Amen. 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 All things are yours. എല്ലാം നിങ്ങൾക്കുള്ളതാണ്. Healings are yours. Amen. Deliverance is yours. വിടുതൽ നിങ്ങൾക്കുള്ളതാകുന്നു. Miracles are yours. Yes. Prosperity are yours. Yes. സമ്പന്നത All the നിങ്ങൾക്കുള്ളതാണ്. heavenly blessings are yours. സ്വർഗ്ഗീയ അനുഗ്രഹങ്ങൾ All the നിങ്ങൾക്കുള്ളതാണ്. abundance are yours. Amen. Because Jesus is your side. യേശു നിങ്ങളുടെ കൂടെ He ആയിരിക്കുന്നു. is inside. യേശു നിങ്ങളെ Are you അകത്തുണ്ട്. with me? നിന്റെ കൂടെയുണ്ടോ? Hallelujah. Amen. The Lord granted is everything to us. സകലതും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. സകലതും എന്റെ ജീവനും My life ഭക്തിക്കും വേണ്ടത്. and for godliness. എന്റെ ഭക്തിക്ക് വേണ്ടത് മാത്രമല്ല, Not just for godliness, എന്റെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടത് മാത്രമല്ല, not just for my spiritual എന്റെ life, ജീവനും even for my എന്റെ life ഭക്തിക്കും വേണ്ടതെല്ലാം and for my godliness. ദൈവം എനിക്ക് തന്നു. God has given me. എന്തിനാ? For what? Are you with me? എന്റെ കൂടെയുണ്ടോ?
പത്രോസ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. Peter says that because you are to be blessed, you shall bless others. അനുഗ്രഹം അനുഭവിക്കാനുള്ളതാണ്. For you are to enjoy blessings. അത് വെറുതെ പ്രസംഗിക്കാനുള്ളത് It's മാത്രമല്ല. not just to preach. അത് വെറുതെ പറയാനുള്ളത് It's not മാത്രമല്ല. just to say. അത് അനുഭവിക്കാനുള്ളതാണ്. It's also to enjoy and experience. ഞാൻ ഇന്ന് രാത്രിയിൽ ഒരാൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷിക്കുന്നത്. I'm ministering for one specific person ആ tonight. വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. He is going to be blessed tonight. Amen. Brother Sean, I'm telling truth. സത്യം പറയുന്നേ. ഒന്ന് തിമോത്തിയോസ് 6:17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ When you read 1 Timothy 6 verse 17 and 18, എനിക്ക് ആ വാക്യം ഒന്ന് കാണണം. ഒന്ന് തിമോത്തിയോസ് 6:17-18-19. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ദൈവത്തിൽ ആശ വയ്ക്കാനും നമുക്ക്. മോനെ, എനിക്ക് 17 വാക്യം ഇംഗ്ലീഷിലൊന്ന് കാണണം. നമുക്ക് സകലവും ധാരാളം അനുഭവിക്കുവാൻ തരുന്ന ദൈവം. Listen to that word. Who give us richly all things to enjoy. Amen. 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 മലയാളിയുടെ മുഖത്തില്ലാത്തൊരു സാധനം ഉണ്ട്, അതാണ്. He's not enjoying anything. നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. The Bible says, വചനം പറയുന്നു, സകലവും അവൻ എനിക്ക് ധാരാളമായി തന്നിരിക്കുന്നത്. നിന്റെ ലൈഫ്, നിന്റെ ഫാമിലി, നിന്റെ ഫൈനാൻസ്, ദൈവം നിനക്ക് തന്ന ആ ഒരു റിയാൽ പോലും നിനക്ക് എൻജോയ്. all that you have been given by God is to enjoy for yourself. മസിൽ പിടിച്ച് ഇങ്ങനെ പിരിമുറുകി ഇരിക്കുക. ഒന്ന് കരമടിച്ച്. Amen. 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 Who give us richly? Who give us richly? ആരാ തന്നേ? Who give us richly? You are not with me. Amen. Who give us richly? Amen. Who give you that? Who give you that? Amen. Who give you the job? Who give you the finance? Who give you the family? Who give you the children? Who give you the ministry? Enjoy it. Amen. Amen. അനുഭവിക്കുക. Amen. Enjoy it. Thank you, Holy Spirit. നന്ദി. Thank you, Holy Spirit. Amen. തന്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ, The Lord who rejoices and തന്റെ enjoys ദാസന്മാർ the തലയെടുപ്പോടെ prosperity. നിൽക്കാൻ, Amen. തന്റെ ദാസന്മാർ പ്രോസ്പർ ആയിരിക്കാൻ. So that his children, his servants shall be. നിങ്ങൾ പഠിച്ചത് അതല്ല, ചെരുപ്പിടാതെ നടക്കണമെന്നാ പഠിച്ചേ. You've been taught to walk without നിങ്ങൾ പഠിച്ചത് അതല്ല, നിങ്ങൾ പഠിച്ചത് അതല്ല. What you were taught? കീറിയതിട്ടോണ്ട് നടക്കണമെന്നാ. To wear പക്ഷെ ബൈബിൾ clothes. അങ്ങനല്ല പറയുന്നത്. Bible does not say തന്റെ that. ദാസന്മാരുടെ ശ്രേയസ്സിൽ. The Lord delights in the prosperity of his servants. കൾച്ചർ അല്ല ബൈബിൾ. Bible is not a കൾച്ചറും culture. ബൈബിളും തമ്മിൽ വ്യത്യാസമുണ്ട്. Amen. കൾച്ചർ അല്ല ബൈബിൾ. കൾച്ചറും ബൈബിളും തമ്മിൽ വ്യത്യാസമുണ്ട്. Amen. The Bible and culture is different. കൾച്ചർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. Don't try to We are to stand and live in the word of the Lord. ദൈവത്തിന്റെ വചനം നിന്നോട് ജീവിക്കുവാൻ ശ്രമിക്കുക. You are not with me. എന്റെ കൂടെയില്ല. Hallelujah. Hallelujah. Jesus had everything. യേശുവിന് എല്ലാം ഉണ്ടായിരുന്നു. Jesus had everything. യേശുവിന് എല്ലാം ഉണ്ടായിരുന്നു. യേശു വഴി കിടന്ന ആളല്ല. He was not in the roadside. യേശുവിന് വീടുണ്ടായിരുന്നു. He had a house. ദൈവമക്കളെ, Dear children of God, കർത്താവിന് for the Lord, തല ചായ്ക്കാൻ പോലും ഇടമില്ലായിരുന്നു. he had no space to even sleep. ആരാ നിങ്ങളോടത് പറഞ്ഞേ? Who told you that? ആരാ നിങ്ങളോടത് പറഞ്ഞേ? Who told you this? Jesus had a house. യേശുവിന് ഭവനം ഉണ്ടായിരുന്നു. നല്ല വീടുണ്ടായിരുന്നു. He had a good house. ഞാനൊരു സംഭവം കാണിച്ചു തരാം. I'll show you something. John chapter 1. യോഹന്നാൻ 1-ാം അധ്യായം Word 36 and 39 please. 36-39. 36 and 39. യോഹന്നാൻ 1:36-39. യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. 37-ാം വാക്യം. 37. അവർ പറഞ്ഞ രണ്ട് പുരുഷന്മാർ യേശുവിനെ അനുഗമിച്ചു.
പറഞ്ഞ് രണ്ടുപേര് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് നിങ്ങൾ എന്തന്വേഷിക്കുന്നത് ചോദിച്ചു. What do you seek? അപ്പൊ അവര് ചോദിച്ചു, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു? Where do you stay? They asked. Where you stay? Where do you stay? Where you stay? Are you with me? Amen. Yes. Amen. Where you stay? നീ എവിടെ പാർക്കുന്നു? Amen. എവിടാ വീട്? എവിടാ താമസിക്കുന്നേ? Where's your house? Word 39. 19 വാക്യം. Word 39. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. Listen to me. He said, come and see. മലയാളി ഇത്രയും പറഞ്ഞങ്ങ് നിർത്തും. We Malayalis, we stop here. യേശു പറഞ്ഞു, Jesus said, വന്ന് കാൺമീൻ. come and see. ഒന്നും അവനില്ലായിരുന്നു. He had nothing. അടുത്ത വാക്യം വായിക്കേ. The next portion. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം, മോനെ ആ വേർഡ് മാറ്റല്ലേ, അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു, അവന്റെ കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം രാത്രി 10 മണിക്ക് 2 ഗസ്റ്റ് വീട്ടിൽ വരുമ്പം അവരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ 2 ബെഡ്റൂമെങ്കിലും. At least 2 bedrooms to accommodate 2 guests to your house at the night. Amen. You are with me? I couldn't know. Yes. ഒന്നും ഇല്ലായിരുന്നോ? He had nothing. Jesus had a house. യേശുവിന് ഒരു ഭവനം ഉണ്ടായിരുന്നു. Jesus had a treasury. യേശുവിന് നല്ലൊരു ട്രഷറി ഉണ്ടായിരുന്നു. ആ ട്രഷറി നോക്കുന്ന ആളായിരുന്നു യൂദ. And Judas was in charge of the treasury. You are with me? എന്റെ കൂടെ ഉണ്ടോ? Jesus had a team. യേശുവിന് ഒരു ടീം ഉണ്ടായിരുന്നു. Amen. Amen. Yes. പക്ഷേ But ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ when he lived on earth, അവന്റെ പർപ്പസ് his purpose ഇതിലൊന്നുമല്ല. was not any of this. യേശു ഈ ഭൂമി വന്നത് The reason why he came down to earth മാനവകുലത്തെ രക്ഷിക്കാൻ, is to save all mankind. മനഃപൂർവമായി കഷ്ടം അനുഭവിക്കാനാ. He came in purpose to suffer. അവന്റെ കുരിശ് അവൻ എടുക്കുകയായിരുന്നു. He was taking up his own cross. അവൻ ആ കുരിശ് എടുക്കുകയായിരുന്നു. He was taking his cross. അവന്റെ പ്രാണനെ ആരും എടുത്തില്ല. No one took his life away. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശുവിനെ കൊന്നാണെന്ന്? Do you think he was killed? അവന്റെ പ്രാണനെ ആർക്കും എടുക്കാൻ പറ്റിയില്ല. No one could take his life away. അവന്റെ പ്രാണനെ അവൻ പിതാവിന് കൊടുത്തതാ. He gave his life to the Father. Amen. 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 പറഞ്ഞ എടുത്തതല്ല, കൊടുത്തതാ. It is not taken, it is given. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, Dear brothers who are hearing me right now, John 13:29 യോഹന്നാൻ 13:29. 13:29 because of time I want to go. 13:29 പണസഞ്ചി യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടത് മേടിപ്പാനോ ദരിദ്രന് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് തോന്നി. അപ്പം പെരുന്നാളിന് എന്തെങ്കിലുമൊക്കെ മേടിക്കാനും, To buy something for the feast, എന്തെങ്കിലുമൊക്കെ മേടിക്കാനും, to buy something for the feast, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഉള്ളത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. and to give something to the poor. They had enough to even give others. യേശുവിന്റെ നാമത്തിൽ In the name of Jesus, നിങ്ങളെ നോക്കി പറയുന്നു, Let me tell you, എന്തെങ്കിലുമൊക്കെ മേടിക്കാനും to receive something ആർക്കെങ്കിലുമൊക്കെ and കൊടുക്കാനും. to give someone. Amen. Receive it. Amen. I'm telling truth, my children of God. സത്യം വിളിച്ചു പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് Apostle Paul, സുവിശേഷം നിമിത്തം, because of the gospel, കർത്താവിന്റെ വചനം നിമിത്തം, because of the word of the Lord, തനിക്ക് ലാഭമായിരുന്നതെല്ലാം താൻ ഛേദമെന്ന് എണ്ണുകയായിരുന്നു. what he thought was gain was considered loss by him. അല്ലാതെ തനിക്ക് ദൈവം ഒന്നും കൊടുക്കാഞ്ഞതല്ല, It's not that God don't give anything to him, താൻ അത് മനഃപൂർവമായി വേണ്ടെന്ന് വെച്ചതാണ്. but he considered it loss. ഇവ ബൈബിൾ പഠിക്കുമ്പോൾ When you read the Bible, നിങ്ങൾ ആഭരണം ഇടണമെന്നും ആഭരണം ഊരണമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. Bible does not say that you can wear ornaments or that you In remove New ornaments. Testament, പുതിയ നിയമത്തിൽ, in New Testament, പുതിയ നിയമത്തിൽ. തുറിച്ചു നോക്കണ്ട, അങ്ങനെ തന്നെയാ. don't look. ഊരണമെന്നും പഠിപ്പിക്കുന്നില്ല, ഇടണമെന്നും പഠിപ്പിക്കുന്നില്ല. Doesn't say to remove, neither does it say to put on. ഊരിയവനും ഇട്ടവനും മര്യാദക്ക് ജീവിക്കണമെന്നേ ഉള്ളൂ. There's that whoever it is, you live proper even if you have or don't have the ornaments. Amen. Hallelujah. Hallelujah. Listen to me.
കേൾക്കുക. അത് അവരവരുടെ തീരുമാനമാണ്. It's their own opinion and അത് decision. അവരവരുടെ ഇഷ്ടമാണ്. That's their decision. അത് അവരവരുടെ ഡെഡിക്കേഷനാണ്. That's their dedication. ചാരിറ്റി വർക്ക് ഒരാൾ ചെയ്യുന്നത് അവന്റെ ഡെഡിക്കേഷനാണ്. Doing charity is someone's own dedication. തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത്. Those who eat do not judge those who do not eat. ഞാൻ ബൈബിളിലെ വാക്യ പറഞ്ഞേ. I'm reading the word of God. അത് അവരുടെ തീരുമാനമാണ്. That's their choice. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. Can you praise Hallelujah. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, When Jesus taught how to pray, Matthew chapter 6 verse 9 and 10, മത്തായി 6:9-10, സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവേ, Heavenly Father, word 6, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ. hallowed be your name. നിന്റെ രാജ്യം വരണേ. Your kingdom come. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലെ. Your will be done on earth. Once again in English, word 9 please. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും. Your will be done on earth as it നിങ്ങൾ is എല്ലാവരും in വാ heaven. തുറന്ന് പറഞ്ഞേ. Can you open and say, സ്വർഗ്ഗത്തിലെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ ഇഷ്ടം the wish in heaven, ഭൂമിയിൽ നടക്കണം. may it happen on earth. സ്വർഗ്ഗത്തിലെ ഇഷ്ടം The will of heaven എൻ്റെ വീട്ടിൽ നടക്കണം. should happen in my home. എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്നിൽ നടക്കേണ്ടത്, സ്വർഗ്ഗത്തിലെ ഇഷ്ടം. Amen. It's not the will of those who don't like me, but the will of heaven. ഞാൻ ആ വേർഡ് പറയുമ്പോൾ ചില ഡെലിവറൻസുകൾ സംഭവിക്കുന്നു. As I say this, I know I can see some deliverance right now. നിന്നെ ഇഷ്ടമല്ലാത്ത, ഇപ്പൊ എന്നെ ഇഷ്ടമുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരെയും ഇഷ്ടം. ഐ ലവ് യു ഓൾ, ഐ ബ്ലസ് എവറി പീപ്പിൾ. പക്ഷെ എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്നിൽ സംഭവിക്കുന്നത്. തമ്പുരാന്റെ പദ്ധതി മാത്രമേ, ദൈവത്തിന്റെ ഇഷ്ടമേ നടക്കുള്ളൂ. It's not the will of those who do not like me that happens in my life. I have people who like and don't like, but it's not their will, but it is the will of the Father in heaven that happens in my life. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, മറ്റുള്ളവരുടെ ഇഷ്ടം വേറുള്ളവരെ അടിച്ചേൽപ്പിക്കരുത്. Don't try to force others' will into your life. Tell your neighbor that. ഹല്ലേലൂയ. Amen. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയാ. This is what we do the most. സത്യമാ പറയുന്നത്. I'm telling the truth. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്ക് പ്രോൺസ് അലർജിയാ. The one who's with us, maybe he's allergic to prawns. അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, പ്രോൺസ് അലർജിയാ. So he says, I don't want prawns, I'm allergic. പക്ഷെ നമുക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടമാ. But we love prawns. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയോ? What's the problem? നീ കഴിച്ചു നോക്ക്. You try it. നീ ഒരെണ്ണം എടുത്തു You നോക്ക്. try one. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. എന്തിനാണ്? Why? നിനക്കങ്ങ് കഴിച്ചാ പോരെ? Why can't you just eat for yourself? നിന്റെ ഡ്രസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാദ്യം. Look how is your dressing. നീ എന്തിനാണ് ആ സഹോദരി പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ക്യാമറയുമായിട്ട്? Why are you looking at your sisters who's walking by? How are you my brother? എങ്ങനെ ആയിരിക്കുന്നു? How are you my sister? എങ്ങനെ ആയിരിക്കുന്നു സഹോദരി? നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ഇതുവരെ നിങ്ങളെ നോക്കിയിട്ടുണ്ടോ? Do you look at yourself? ആദ്യം നീ നിന്നെ നോക്ക്. You look at yourself first. Amen. Thank you my Jesus. എന്നിൽ സംഭവിക്കേണ്ടത് സ്വർഗ്ഗത്തിലെ ഇഷ്ടമാണ്. Heaven's will should come fulfill my life. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടക്കാൻ. God never desires for us to be in starvation and in ദൈവം poverty. ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ദുഃഖിച്ച് നടക്കാൻ. The Lord does not desire us to be ദൈവം sad. ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ വൃത്തിഹീനമായി നടക്കാൻ. The Lord doesn't want us to walk without being neat. കാരണം തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന സന്തോഷിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്ന് For പറയുന്നു. the Lord is glorious, who rejoices in the prosperity of his saints. Hallelujah. Amen. എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ ശുശ്രൂഷയ്ക്കായി വന്നു. My friend came to America to minister. പുള്ളി ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രൊഫറ്റാണ്. He's a very mighty prophet. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അപ്പോസ്റ്റൽ, So he told me, Apostle, ഇന്ന് വൈകിട്ട് ഞാൻ ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്. tonight I'm going to meet this person. ഇവിടുത്തെ കാലിഫോർണിയയിലെ ഏറ്റവും വലിയ ഒരാളാണ്. He's a top guy in California. പുള്ളിയെ വൈകിട്ട് ഇന്ന് ഞാൻ കാണുന്നുണ്ട്. I'm going to see him tonight evening. ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, I'm waiting. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു I told my friend അവന്റെ നല്ല കാറുമായിട്ട് വരാൻ.
to bring his best car. കാരണം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഇച്ചിരി മോശമാണ്. Because the vehicle I use is not that great. ഞാൻ ഇങ്ങേരോട് ചോദിച്ചു. So I asked him. I'm sorry. ഞാൻ ഈ ദൈവ മനുഷ്യനോട് ചോദിച്ചു. So I asked this man of God. Man of God, അതിനകത്തൊക്കെ കാര്യമുണ്ടോ? Does that matter? അങ്ങനെയല്ല പാസ്റ്റർ. That's not the way it pastor. അപ്പോസ്തലൻ അങ്ങനെയല്ല. That's not the way apostle. അങ്ങേരെ സംബന്ധിച്ച് അയാൾ ഭയങ്കര റിച്ചാ. He is very rich. ഞാനൊരു പൊട്ടിയ ഷൂ, Me wearing a torn shoe എന്റെ ചക്കട ടയോട്ടയുടെ കാറുമായി and having a very bad Toyota car. ഞാൻ ഈ മനുഷ്യന്റെ അടുക്ക പ്രാർത്ഥിക്കാൻ പോയാൽ If I go to this man to pray, അവൻ എന്നെ നോക്കിയിട്ട് പറയും, he will see me and tell, നിന്നെ കണ്ടിട്ട് seeing you, എനിക്കല്ല പ്രാർത്ഥനയുടെ ആവശ്യം, നിനക്കാണ് പ്രാർത്ഥനയുടെ I don't ആവശ്യം. need your prayer, you need my prayers. You are not with me. Amen. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. Hallelujah. Amen. Hallelujah. Amen. കാരണം Reason, ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ if God blesses ആ someone, അനുഗ്രഹം കാണാൻ കഴിയും. you can see that blessing. Amen. Yes. Oh, thank you, Holy Spirit. Thank you, Holy Spirit. ദൈവം ഒരാളെ ബ്ലസ് ചെയ്താൽ When God blesses അത് someone, കാണാൻ you കഴിയും, can see അത് it. കേൾക്കാൻ കഴിയും, hear it. അത് അനുഭവിക്കാൻ You കഴിയും. can experience I am it. prophesying over you. ഞാൻ പ്രവചിക്കട്ടെ. കാണാൻ കഴിയുന്ന, What you can see, കേൾക്കാൻ കഴിയുന്ന, What you can hear, അനുഭവിക്കാൻ കഴിയുന്ന what you can experience, ദൈവിക അനുഗ്രഹങ്ങൾ heavenly യേശുവിന്റെ നാമത്തിൽ in the name of Jesus, നിങ്ങൾക്കുണ്ടാകട്ടെ. in your family. In the name of Jesus. Hallelujah. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, I am very sure, നിങ്ങൾ കർത്താവിന്റെ മക്കളാണെങ്കിൽ, if you are a child of God, യഹോവ നിന്റെ ഇടയനാണെങ്കിൽ, if the Lord is your shepherd, നിങ്ങളിത് വിശ്വസിക്കുകയാണെങ്കിൽ, if you believe in this, നിനക്കൊന്നിനും you മുട്ടുണ്ടാവില്ല. shall not be in want. You lack nothing. Amen. ഒന്നിനും കുറവുണ്ടാകില്ല. Yay. Amen. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു. Once Jesus asked disciples, Luke chapter 22 verse 35. Lucas Luke 22:35. 22:35. യേശു ചോദിച്ചു, Jesus asked, മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുമുണ്ടായോ? when I sent you without money bag, knapsack and sandals, did you lack anything? ഒരു കുറവുമുണ്ടായില്ല. They said to him, no, nothing. Without purse. Without purse. Without money. How many people are carrying purse? എത്ര പേർക്ക് പേഴ്സ് ഉണ്ട് കയ്യിൽ? ചർച്ചിൽ വരുമ്പം മെജോറിറ്റിയും കൊണ്ടുവരാറില്ല. When you come to church, majority of you don't bring the purse. No problem. എത്ര പേർക്ക് പേഴ്സ് ഉണ്ട്? How many of you have a purse? അല്ലല്ലോ, ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് ഇത് കൂടുതലും You എടുക്കുന്നത്. normally use for shopping. ചർച്ചിൽ വരുമ്പോൾ എങ്ങനെ എടുക്കാറില്ല, എന്തോ നിയോഗം ഇല്ലെന്ന്. There's no guidance to bring it to the church. The Bible says, when I sent you without purse, When I sent you without the money bag, when I sent you without purse, you lacked anything? ഒരു കുറവുമില്ലായിരുന്നല്ലോ. The disciples said to him, ശിഷ്യന്മാർ പറഞ്ഞു, nothing. ഒരു കുറവുമില്ലായിരുന്നു. Amen. Amen. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, Let me ask you, നിന്റെ ലൈഫിൽ in your life, ഇന്ന് വരെ till now, എന്തിനെങ്കിലും for anything, എപ്പോഴെങ്കിലും at any ഒരു point of time, കുറവുണ്ടായോ? have you lacked ഈ anything? നിമിഷം വരെ Until this moment, തക്ക സമയത്ത് the exact ദൈവം spot, കരുതിയെന്ന് ഉറപ്പുള്ളവർ if God has ആ kept for കരങ്ങൾ you, അടിച്ച് can you clap your hands? you lacked anything. എന്തിനും കുറവുണ്ടായിരുന്നു? You lacked anything. എന്തിനെങ്കിലും You കുറവുണ്ടായിരുന്നു? lacked anything. എന്തിനെങ്കിലും കുറവുണ്ടായിരുന്നു? This is a supernatural life. Amen. പറഞ്ഞു, ഇതൊരു പ്രകൃത്യാതീതമായ അത്ഭുതമാണ്. This is a supernatural miracle. പ്രകൃത്യാതീതമായ അത്ഭുതമാണ്. Supernatural miracle. പേഴ്സ് വേണ്ട, No purse, പക്ഷെ കാര്യമെല്ലാം നടക്കും. but everything shall happen. പേഴ്സിൽ പൈസയായിട്ട് നടക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതം ഇത്. It's a bigger miracle Amen. than one who has a purse full of money. യേശു പറയുന്നു, Jesus says, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ലയോ? don't you know that you can sow what you do not reap? താലന്ത് കൊടുത്തവനോടാണ് പറഞ്ഞത്. He tells a talent. ഒരു താലന്ത് കൊടുത്തവൻ കുഴിച്ചിട്ടു. The one who had 1 talent, he buried it. 5 താലന്ത് കൊടുത്തവൻ 5 കൂടെ നേടി. The one who had 5 made 5 more. ആ ഒരു താലന്ത് കുഴിച്ചിട്ടവനോട് യേശു പറഞ്ഞു, And Jesus tells this one person who had 1 talent, നിനക്ക് but ഞാൻ buried, ആരാന്നറിയോ? do you know who I am? ഞാൻ വിതയ്ക്കാതെ കൊയ്യുകയും
വിതറാതെ വാരുകയും ചെയ്യുന്നവനാണ്. I reap without sowing and I gather without laying down. Amen. Amen. നിങ്ങൾ കാറ്റ് കാണില്ല, നിങ്ങൾ മഴ കാണില്ല, പക്ഷെ താഴ്വര വെള്ളം കൊണ്ട് നിറയും. You will not see the wind. എത്ര പേർ ഈ കർത്താവിൽ The വിശ്വസിക്കുന്നുണ്ട്? valley shall be filled നിങ്ങൾ with കാറ്റ് water. കാണില്ല, നിങ്ങൾ മഴ കാണില്ല, You won't see the പക്ഷെ winds. താഴ്വര You വെള്ളം won't see കൊണ്ട് rains. നിറയും. But the valley shall be filled with water. Thank you, precious Jesus. യേശുവേ നന്ദി. I love that word. ഈ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. You lacked anything? എന്തെങ്കിലും കുറവുണ്ടോ? ആ മറുപടി വന്നാണ്ടോ? Nothing. Amen. The reply is nothing. Single thing. Not a single thing. Nothing. Nothing. ഒരു കുഞ്ഞു കാര്യം പോലും മുടങ്ങിയിട്ടില്ല. Not even a small thing have I lacked. Amen. Hallelujah. Amen. ഞാൻ എങ്ങനെ പറയാതിരിക്കും? എൻ്റെ ദൈവം എന്നെ ശ്രേയസിനാൽ പ്രോസ്പെരിറ്റിയാൽ നിറയ്ക്കുന്ന How കർത്താവ്. can I not say that my Lord fills me with prosperity? ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ? You know what's the biggest thing in this? ഇത് പറഞ്ഞു തരത്തില്ല പലരും. People don't tell this. ഇത് അങ്ങനൊന്നും ഇല്ല, എല്ലാരും ഇങ്ങനെ പ്രോസ്പെരിറ്റിയാ, ദൈവം അനുഗ്രഹിക്കുന്നവനാന്നൊക്കെ പറയുക. പക്ഷെ ദൈവം അതൊന്നുമല്ല മക്കളെ, നിങ്ങളെ കഷ്ടത കൊണ്ട് കട്ടുനീര് കുടിപ്പി. ഈ പ്രസംഗിക്കുന്ന കക്ഷിയുണ്ടല്ലോ, The one who preaches, that you have full of struggles and pains. ഇപ്പൊ ലൈവിൽ ഇരുന്ന് ഈ പറഞ്ഞ ആള്, The person who right now told in life, അങ്ങനെ ഒന്നും ഇല്ലാത്തവനായിരുന്നു. he had nothing. അയാൾ ദൈവത്തെ അറിഞ്ഞ് He knew the Lord. മുഴുവൻ അനുഗ്രഹവും പ്രാപിച്ച് He received all the blessings. ഒരു മോൻ MBBS അമേരിക്ക പഠിക്കുന്നു, One child studying in MBBS in America. മറ്റേ മോള് UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, Another daughter in UK in Oxford. 2 കാറ് പോർച്ചി കിടപ്പുണ്ട്. And 2 cars ആ outside. പുള്ളി വിശ്വാസികളെ പഠിപ്പിക്കുകയാണ്, And that man is മക്കളെ teaching disciples. കഷ്ടതകൾ മാത്രം. പക്ഷെ ഞാൻ പറയുന്നു, എന്നെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. But let me tell you, the Lord who blessed me shall bless you. Amen. ഞാൻ വഞ്ചിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. I don't want to cheat anyone. ഞാൻ ആരുടെ പ്രീതി മേടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. I'm not here to ഞാൻ find ഉറപ്പ് someone. പറയുന്നു, എന്നെ മാനിച്ചവൻ Amen. നിന്നെയും മാനിക്കും. The one who blessed me പാസ്റ്റർ shall bless you. വേണുദാസിനെ അനുഗ്രഹിച്ചവൻ നിങ്ങളെയും He who അനുഗ്രഹിക്കും. blessed Pastor Venudas shall bless you as well. Amen. Amen. നമ്മൾ ആളുകളുടെ സിമ്പതിക്ക് വേണ്ടി, For the sympathy of others around us. ആളുകളുടെ പ്രീതിക്ക് വേണ്ടി, For the good opinion of others. മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി, To get the others' claps. അയ്യോ പാവം പാസ്റ്റർ. Oh, humble servant. ഞങ്ങളുടെ അവിടെ In our place, it's a live, I think. No problem. It's a truth. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. this truth which everyone in my church knows. ഞങ്ങളുടെ അവിടെ ഒരു ദൈവദാസൻ വന്നു. A man of God came to our church. ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നവരാണ്. We give everyone. Giving is the nature of the Lord. Amen. Amen. ദൈവത്തിന്റെ സ്വഭാവമാണ് കൊടുക്കുക എന്നുള്ളത്. Amen. Hallelujah. Amen. ഞങ്ങൾ എല്ലാവരും ഓണർ ചെയ്യുന്നവരാണ്. We honor everyone. ഒരു ദൈവദാസൻ വന്നു തമിഴ്നാട്ടിൽ നിന്ന്. So one man of God came from Tamil Nadu. ഒരു വെള്ള ഷർട്ടും വെള്ളമുണ്ട്. A white shirt, white dhoti. ഒരു റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഫോൺ. And he had a phone which was in a bad state. And very നമ്മൾ ഒത്തിരി സഹതാപം തോന്നും. We really feel pity to him. അപ്പം ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ തോമസ് സാറിനോട്, അഡ്മിനിസ്ട്രേഷൻ മാനേജരോട് പറഞ്ഞു, So I told my administration manager, ആ ദൈവദാസന് 1,00,000 രൂപ കൊടുക്കണം. give that man of God 1 lakh. അവരത് ചെയ്തു. They did. ചെയ്തു. They did. ഒരു പാവ മനുഷ്യനാ. A poor guy. അവ തോമസ് സാറിനോട് പറയുന്നുണ്ട്, So Thomas sir is telling me, പുള്ളിക്ക് എന്തോ ചർച്ച വെക്കുന്ന കാര്യത്തിലാണ്. it's to build a church for him. പക്ഷെ നമുക്കിതുവരെ ലാൻഡ് ഒന്നും ഇല്ല. Pastor, we don't have land. ഞാൻ പറഞ്ഞു, അതൊന്നും ഒരു വിഷയമല്ല, That's not a problem. കൊടുക്കുന്നേ. Give. കുറെ നാൾ കഴിഞ്ഞ് After a long time, ഞാൻ തിരുനെൽവേലി പോയപ്പം, when I went to Tirunelveli, ഒരു മീറ്റിങ്ങിന് പോയപ്പം I went for a meeting. ഈ പുള്ളിയുടെ സ്ഥലത്ത് പോയി. I went to his place. പുള്ളിക്ക് ഇവിടെ 15 ഏക്കറുണ്ട്. He has 15 acres. മാവും തോട്ടമുണ്ട്. മാവും He has a mangrove. 15 ഏക്കർ, 15 acres of land. 3-4 ടെമ്പോ ട്രാവലർ. 3-4 tempo travelers. പക്ഷേ But പഴയ മുണ്ട് ഷർട്ട് ഇട്ട് an old dhoti and a shirt, പാത്താനെ പോലെ ഇരിക്കുക. he's like a poor guy. അടിപൊളി ഷൂ ഇട്ട് നമ്മൾ നടക്കുക. We have expensive shoes. You are telling, I'm telling truth. സത്യം പറയുന്നത്.
നിങ്ങളൊരു കാര്യം You മനസ്സിലാക്കണം. must know one thing. മറ്റുള്ളവരെ കാണിക്കാൻ To show others, നിങ്ങൾ ആത്മീയത അഭിനയിക്കരുത്. don't try to imitate spirituality. മറ്റുള്ളവരുടെ പ്രീതി മേടിക്കാൻ To receive others' blessings, ഒന്നും കാണിക്കരുത്. don't show off anything. എക്സ്റ്റേണലി ഒരു അഭിനയവും കാണിക്കരുത്. Don't show any എന്റെ ഒരു external act. അപേക്ഷയാണ്. It's my ദൈവം request. നിനക്ക് നല്ല ഷർട്ട് തന്നെങ്കിൽ ആ നല്ല ഷർട്ട് ഇടണം. If you have a good shirt, wear that good ദൈവം shirt. നിനക്ക് നല്ല വാച്ച് തന്നെങ്കിൽ ആ നല്ല വാച്ച് ഇടണം. If you have a good watch, wear the good watch. നിനക്ക് ദൈവം കാർ തന്നെങ്കിൽ ആ കാറിൽ തന്നെ നീ നടക്കണം. If you have a good car, drive that car around. Amen. Amen. ഇഷ്ടപ്പെടുന്നില്ലയോ? ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. Some people like it. അവർ രക്ഷപ്പെടാനുള്ളവരാണ്. They will escape. They will be saved. ഹല്ലേലൂയ. I'm telling truth. സത്യം പറയുന്നേ. ഒന്നും Nothing. ഒരു കാര്യവും No thing മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ചെയ്യരുത്. shall be to please man. Thank you Jesus. Amen. Thank you Holy Spirit. Thank you Holy Spirit. നന്ദി. യേശു അങ്ങനെയായിരുന്നു.